ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ വണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകതരം മയോണൈസ് കൊണ്ടുള്ള ഒരു സലാഡാണ് ഉണ്ടാക്കുന്നത്. ഈ സലാഡ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 3/4 കപ്പ് ഞാൻ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ ലഭിക്കുന്ന ബോട്ടിൽ മയോണൈസായാലും പ്രശ്നമില്ല. ഇത് ഞാൻ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്ത് ഉണ്ടാക്കിയതാണ്. ഈ വീഡിയോയിൽ ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. 1 കപ്പ് പട്ടാണി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അടുത്ത സാധനം നോക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സാധനം നോക്കാം. അടുത്തൊരു പൈനാപ്പിളാണ് നമുക്ക് വേണ്ടത്. ഇത് മുഴുവനായിട്ട് വേണ്ട, പകുതി മതി. എല്ലാം ഞാൻ ഇവിടെ കഴുകി വെച്ചതാണ്. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി കളയുക എന്നാണ്. ഞാനിവിടെ ചെറിയ മെഷീൻ വെച്ചിട്ടാണ് തൊലി കളയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിച്ച് തൊലി മാറ്റാം. പിന്നെ ഉരുളക്കിഴങ്ങും ഇതുപോലെ തൊലി ചെത്തി കളയാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇത്ര എടുക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല. 3 എടുക്കണമെന്ന് വേണ്ട, 1 മതിയായിരിക്കും. പിന്നെ നല്ലതുപോലെ തൊലി കളഞ്ഞു വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് മയോണൈസ് സലാഡ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുന്നത്. ബീൻസിൻ്റെ 2 വശവും കട്ട് ചെയ്യണം. ഇനി നമുക്ക് ബീൻസിൻ്റെ ചെറിയ പീസാക്കി മാറ്റണം. അടുത്തത് ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്യാനുള്ളത്. അതും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി മാറ്റും. തൊലി കളഞ്ഞു വെച്ച ആ ക്യാരറ്റ് എടുത്ത് അതും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ 2 വശവും കട്ട് ചെയ്യാം.
പൈനാപ്പിളിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. ആ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മിക്സ് ആവുകയുള്ളൂ. നമുക്ക് ഇത് അരിഞ്ഞു വെച്ചതെല്ലാം വേവിക്കാനുള്ളതാണ്. പൈനാപ്പിൾ വേവിക്കേണ്ടതില്ല. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിൽ ക്യാരറ്റ് ഇട്ട് വെക്കുക. 2 മിനിറ്റ് ആയതിന് ശേഷം അത് നമ്മൾ കോരിയെടുക്കുക. പിന്നെ അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 മിനിറ്റിന് ശേഷം അത് കോരി എടുക്കുക. പിന്നെ അത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കോരിയെടുക്കുക. പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പട്ടാണി കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 മിനിറ്റ് ആയാൽ അത് കോരിയെടുക്കുക. പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഉരുളൻകിഴങ്ങ്, ബീൻസ്, പട്ടാണി, ക്യാരറ്റ്, കൈതച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മയോണീസും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മയോണീസ് സലാഡ തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയ്ക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുകൊണ്ട് ബെൽ ഐക്കൺ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.